കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അറസ്റ്റിലാകുന്ന വ്യക്തികൾക്ക് അറസ്റ്റിന്റെ കാരണവും എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള നോട്ടീസ് നൽകണമെന്ന സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച സർക്കുലർ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറപ്പെടുവിച്ചു. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 47 അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയിൽ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയെ അറിയിക്കാതെയാണ് ഈ നീക്കം നടത്തിയത്. അന്ന് തന്നെ ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം കിട്ടി. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ നടത്തിയ അറസ്റ്റ് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു. ഈ സാഹചര്യം പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി തിരക്കുകയും ചെയ്തു. ശാസനയും നൽകി. ഇതിന് പിന്നാലെയാണ് പുതിയ സർക്കുലർ. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് എന്ന് മുഖ്യമന്ത്രിയും തിരിച്ചറിയുന്നു. സെക്ഷൻ 47 പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന കുറ്റത്തിന് വാറണ്ട് ഇല്ലാതെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ചെയ്ത കുറ്റകൃത്യത്തെ പറ്റിയുള്ള പൂർണ്ണ വിവരവും എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നും ജാമ്യക്കാരെ ഹാജരാക്കുന്ന പക്ഷം ജാമ്യം ലഭിക്കുന്നതാണെന്നും ആ വ്യക്തിയെ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ രേഖാമൂലം അറിയിപ്പ് നൽകുന്നതിനെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 35(1) ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അറസ്റ്റിലാകുന്ന വ്യക്തികൾക്ക് നൽകേണ്ട നോട്ടീസിന്റെ നിശ്ചിത മാതൃകയും സർക്കുലറിനൊപ്പം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് മേധാവി. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും അന്യായ അറസ്റ്റിൽ ചില നിരീക്ഷണങ്ങൾ മറ്റൊരു കേസിൽ നടത്തിയിരുന്നു. കേസന്വേഷണത്തിന്റെ ഭാഗമായി വ്യക്തികളെ മതിയായ കാരണം അറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സമാന സാഹചര്യത്തിൽ വ്യത്യസ്ത കേസുകളിലായി അറസ്റ്റിലായ 2 പേരെ ഉടൻ മോചിപ്പിക്കാനും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉത്തരവിട്ടു. അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ച് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഈ ഉത്തരവ് തടസ്സമാകില്ലെന്നും കോടതി വ്യക്തമാക്കി. സാഹചര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തിയാകണം അറസ്റ്റെന്ന് ഭരണഘടനയിലും കാരണം എഴുതി നൽകുന്നത് ഏറ്റവും ഉചിതമാണെന്ന് സുപ്രീം കോടതിയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അറസ്റ്റിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കക്ഷികൾ പറയുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ലഹരിമരുന്ന് കേസിൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിന്റെ അച്ഛനും നിക്ഷേപ തട്ടിപ്പ് കേസിൽ പത്തനംതിട്ട കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിലെ പ്രതിയായ യുവതിയുടെ അമ്മയുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റിന് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും മക്കളെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. മജിസ്ട്രേറ്റ് കോടതികൾ ജാമ്യം നിഷേധിച്ചതിനാൽ ഇരുവരും ഏറെ നാളായി ജയിലിലാണ്. ഈ ഹൈക്കോടതി ഉത്തരവും പോലീസ് സർക്കുലറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയുടെ അറസ്റ്റിൽ പോലീസിനുള്ളിൽ ആഭ്യന്തര അന്വേഷണം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഏത് സാഹചര്യത്തിലാണ് വീട്ടിൽ നിന്നും ഷാജൻ സ്കറിയെ ഷർട്ട് പോലും ഇടാതെ അറസ്റ്റ് ചെയ്തുവെന്നതിലാണ് അന്വേഷണം. അറസ്റ്റ് നടപടികൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. സൈബർ സെൽ CI നിയാസാണ് ഷാജൻ സ്കറിയെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ഈ നടപടിയിലേക്ക് പോയത് എന്നതിലാണ് അന്വേഷണം. മുൻകാലങ്ങളിൽ മറുനാടനെതിരെ നടന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നടപടികളാണെങ്കിൽ ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ നടന്ന പോലീസ് ഓപ്പറേഷനാണ്. CPM ജില്ലാ സെക്രട്ടറി VS ജോയിയുടെ അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്ന് സൂചനകളുണ്ട്.